Hello, welcome back. Today we are going to talk about another very important, very basic, and a very happy subject, which is motivation. സോ മോട്ടിവേഷൻ എന്താണ്? നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അതിൻ്റെ റിസൾട്ട് ആവാം നമുക്ക് മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആവാം, അതും അല്ലെങ്കിൽ നമ്മൾ അതിനെ കൊടുക്കുന്ന ഒരു സംഭവമാവാം, അതും അല്ലെങ്കിൽ ചാരിറ്റി ആവാം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു നല്ലത് പോസിറ്റീവ് മോട്ടിവേഷൻ, നെഗറ്റീവ് മോട്ടിവേഷൻ, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ എന്താണ് ശരിക്കും മോട്ടിവേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കിട്ടും, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കാം. അപ്പോൾ എന്താണ് ഈ മോട്ടിവേഷൻ? ഒരാളുടെ സക്സസ്, അയാൾ എന്താ പറയുക, ഒരാളുടെ സക്സസ്സിലോട്ടുള്ള പാത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാത്തിനെ മിമിക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ അയാളാണ് നിങ്ങളുടെ മോട്ടിവേറ്റർ. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യത്തിൻ്റെ എൻഡിൽ ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടാണ് നിങ്ങളുടെ എന്താ പറയുക എൻഡ് പോയിന്റ്. നിങ്ങൾ ആ റിസൾട്ടാണ് അട്രാക്ട് ചെയ്തതെങ്കിൽ ദാറ്റ് ഈസ് യുവർ മോട്ടിവേഷൻ. ആ ഒരു റിസൾട്ടാണ് നിങ്ങളുടെ മോട്ടിവേഷനായി മാറുന്നത്. മറ്റൊരു വ്യക്തിയിലുള്ള ഒരു ട്രെയ്റ്റിൽ കൂടുതൽ നിങ്ങൾക്കൊരു ട്രെയ്റ്റ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് നിങ്ങളുടെ മോട്ടിവേഷൻ. മോട്ടിവേഷൻ പല തരത്തിലുണ്ടാവാറുണ്ട്. സോ എന്താണ് പോസിറ്റീവ് മോട്ടിവേഷൻ? പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ നമ്മൾക്ക് പോസിറ്റീവായ ഒരു വ്യൂ ഉണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ റിസൾട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെയോ നമ്മളുടെയോ പോസിറ്റീവായ ഒരു കാര്യമാണ്. നമ്മളെ എന്താണോ അതിലേക്ക് നയിച്ചത് അത് പോസിറ്റീവായ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് പോസിറ്റീവ് മോട്ടിവേഷൻ ആണെന്ന് നമുക്ക് പറയാം. എന്താണ് നെഗറ്റീവ് മോട്ടിവേഷൻ? ആരുടെയെങ്കിലും എന്താ പറയുക നെഗറ്റീവായ ഒരു ട്രൈറ്റ് കാരണം, അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു കാര്യം കാരണം എന്താ പറയുക നിങ്ങൾക്കുണ്ടായ ഒരു 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 ഫാൻറ്റസി, അല്ലെങ്കിൽ ഒരു തരം എന്താ പറയുക എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒബ്സഷൻ മൂലം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് മോട്ടിവേഷൻ. സോ മോട്ടിവേഷൻ പല രീതിയിലുണ്ട്. നമ്മൾ എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആവേണ്ടത്, എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആവുന്നത്? നമ്മളിൽ ഓൾറെഡി ഉള്ളൊരു സ്കില്ല്, നമുക്ക് വളർത്താൻ കഴിയാത്ത ഒരു സ്കില്ല്, അല്ലെങ്കിൽ നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന നമ്മളിലുള്ള ഒരു ഫാക്ടർ, ഒരു പോയിന്റിനെ പറ്റി മറ്റൊരു വ്യക്തി ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ സക്സസ്ഫുൾ ആകുമ്പോൾ അതെങ്ങനെയാണ് അയാളുടെ പാത്തെന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടുന്നത്. നമ്മളിൽ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം നമ്മളിലുണ്ട്, പക്ഷെ നമുക്കതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സംഭവം വരുമ്പോഴാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത്. സോ എന്താണ്, ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു ഏർജ്, ഒരു പുൾ ഫ്രം ഇൻസൈഡ് യു, ദാറ്റ് ഈസ് മോട്ടിവേഷൻ. സോ ഒരു മോട്ടിവേറ്റർ ആവുക എന്ന് പറയാൻ വേണ്ടി ആദ്യം തന്നെ എന്താണ് ലാക്ക് ചെയ്യുന്നത്, എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാം, എങ്ങനെ ആ ഒരു കാര്യം, ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം എന്നൊക്കെയുള്ളതാണ് മോട്ടിവേറ്റർ എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ്. അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് നമ്മളിൽ ഇൻഫ്ലിക്റ്റ് ചെയ്യാം, എങ്ങനെ ആ ഒരു ഫയർ സ്പാർക്ക് ചെയ്യാം, നമ്മളിൽ അട്രാക്റ്റ് ചെയ്യുന്ന അതായത് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഈ മോട്ടിവേഷൻ സബ്ജക്റ്റിൽ ഉണ്ടാവും. ആ ഒരു പോയിന്റിനെ എങ്ങനെ എൻലാർജ് ചെയ്ത് കാണിക്കാം, ഇതൊക്കെയാണ് മോട്ടിവേഷൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ലൈഫിൽ മോട്ടിവേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് തന്നെ ഫെയിലിയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ ഡേയ്സ് ഒക്കെ വളരെ പതിയെ ബ്ലാങ്ക് ആയി ഒക്കെ കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. മോട്ടിവേഷൻ ഇല്ലാതെ ആവുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിന് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നെസസിറ്റി ഇല്ലായ്മയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നെസസിറ്റി ഇല്ലാതെ ആവുമ്പോഴാണ് പലപ്പോഴും മോട്ടിവേഷൻ ഇല്ലാണ്ടാവുന്നത്. സോ നെസസിറ്റി ഈസ് ദ ഫസ്റ്റ് മോട്ടിവേഷൻ. അപ്പോൾ പിന്നെ ഒരുപാടധികം ഇപ്പോൾ രോഗകാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഡിപ്രഷൻ, ADHD ഒക്കെ കൊണ്ട് മോട്ടിവേഷൻ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈഫിൽ എല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മോട്ടിവേഷൻ ടിപ്സ്, നിങ്ങൾക്ക് മോട്ടിവേഷൻ തന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.